ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ തറവാട്ടിലെ നെല്ല് കൊയ്ത്തിനെ പറ്റിയാണ്. ലീവ് ആയതുകൊണ്ട് തണുപ്പായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. കണ്ണൂർന്ന് നോക്കിയപ്പോൾ ആരൊക്കെയോ തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചെറിയമ്മയൊക്കെ കണ്ടെത്തി പോ റെഡിയായിരിക്കുന്നു. അടുക്കള പണിക്കായിട്ട് 5 വെച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ അലക്കം കഴിഞ്ഞ് വരികയും ചെയ്തു. എല്ലാവരും ഓരോ തിരക്കിലായിരുന്നു. അപ്പോഴാണ് അമ്മച്ചൻ പൂജാമുറിയിലോട്ട് കയറി പോകുന്നത് കണ്ടത്. ഇത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മമ്മ ഇത് എന്തോ കയ്യിലും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. കയ്യിൽ എന്താണെന്നറിയാൻ കൗതുകത്തോടെ നിൽക്കുമായിരുന്നു ഞാൻ. അമ്മമ്മ അടുത്തെത്തിയപ്പോഴാണ് കൗതുകപ്പെടാൻ മാത്രം ഒന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായത്. മാത്രമല്ല വെറുതെ ഒരു പണിയും കിട്ടി. ചായ പോലും കുടിച്ചില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനും ചേച്ചിയും അമ്മച്ചൻ കൂടെ അമ്പലത്തിലോട്ട് പോയി. കൊയ്യാനായിട്ടുള്ള ആൾക്കാർ വരുന്നേ ഉണ്ടായിരുന്നു. അമ്മച്ചന്റെ അമ്പലത്തിലെ പരിപാടി കഴിയുന്നവരെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്നും പറഞ്ഞ് പാക്കറ്റിൽ ഉഴുന്നു പോലെ ഇരിക്കുന്ന എന്തോ ഒരു സാധനം പൊക്കി പിടിച്ചോണ്ട് ചേച്ചി വന്നു. അമ്പലത്തിൽ അമ്മച്ചൻ ദൈവത്തിന് കൊടുക്കുന്നതിന് കൂട്ട് വന്നതാണ് ഞാനും ചേച്ചി. തറവാട്ടിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവങ്ങളെ മുൻനിർത്തി ചെയ്യണമെന്നാണ് പണ്ട് മുതലേ ഇവിടെയുള്ള വിശ്വാസം. അതുകൊണ്ട് ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ പോയി വിളക്കും ചന്ദനത്തിനെയും കത്തിച്ച് പഴയ 50 പൈസ കോയിനും തേങ്ങയൊക്കെ ഉപയോഗിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ കൊയ്ത്തു തുടങ്ങും. ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ കൂടെ പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചിരുന്നാലേ കേൾക്കുള്ളൂ. കേട്ടിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അമ്മച്ചന്റെ പരിപാടി ഏകദേശം ഒതുങ്ങിയപ്പോഴേക്കും അമ്മമ്മ ഇത് കത്തിയായിട്ട് ഇറങ്ങി. ഇതുപോലുള്ള കാര്യങ്ങൾ മിക്കപ്പോഴും തുടങ്ങി വെക്കാറ് കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ എന്റെ അമ്മമ്മ കൊയ്ത്ത് തുടങ്ങി വെക്കാൻ പോവാണ്. എല്ലാം ഒരു വീഡിയോയിൽ കാണിക്കാനുള്ള കഴിവ് എനിക്കില്ലാത്തതുകൊണ്ട് ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ ബൈ.